അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ബൊഗൈൻവില്ല കമ്പ് നട്ട് പിടിപ്പിച്ചാൽ ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും. എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. അപ്പം നമ്മൾ ഈ ബൊഗൈൻവില്ല നട്ട് പിടിപ്പിച്ചാൽ ായി വരുമ്പോൾ എന്തായാലും നിങ്ങൾ വർഷത്തിൽ 3 വരെയെങ്കിലും സോഫ്റ്റ് പ്രൂണിങ് ചെയ്യണം, ഹാർഡ് പ്രൂണിങ് ചെയ്യണം. എന്നാലേ ചെടി നല്ല ഒതുങ്ങി വളരുള്ളൂ. അല്ല നിങ്ങൾക്ക് നല്ല വളർന്ന് പന്തലിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ചട്ടിയിൽ നിന്ന് മാറ്റി നിലത്ത് ഒരു സപ്പോർട്ടുള്ള സ്ഥലത്ത് നട്ട് വെച്ചാൽ ഇത് നല്ല പൂക്കളുണ്ടാവും, നല്ല ഭംഗിയായിട്ട് വളരും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം. പിന്നെ ഇതിൽ ഇതിപ്പോൾ വെള്ളം കെട്ടി കിടക്കുന്ന സോയിലല്ല കേട്ടോ. നമ്മൾ ഈ ചകിരിച്ചോറൊന്നും ഇതിൽ യൂസ് ചെയ്യാനേ പാടില്ല. കാരണം ചകിരിച്ചോറൊക്കെ ഇതിലിട്ട് കൊടുത്താൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അതിലിങ്ങനെ പിടിച്ചു നിർത്തും. അതുകൊണ്ട് അപ്പോൾ ഇതിൽ പൂക്കളുണ്ടാകാനുള്ള സാധ്യത കുറയും കേട്ടോ. അപ്പോൾ ഇത് ചെടി വളരുകയും അതിൽ പൂക്കളുണ്ടാവില്ല. അപ്പോൾ ഈ ചെടിക്ക് കുറച്ചൊരു സ്ട്രെസ്സൊക്കെ കിട്ടുമ്പോഴേ ഈ ചെടി നന്നായിട്ട് പൂവിടുള്ളൂ. വർഷം വരെ ഒരു ചട്ടിയിൽ തന്നെ ഈ ചെടി നിർത്തുന്നതാണ് കേട്ടോ നല്ലത്. നമ്മൾ ഈ ചെടി വളരുന്നതനുസരിച്ച് ചട്ടിയുടെ സൈസ് മാറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുമ്പോഴാണ് ഈ ചെടിയിൽ പൂക്കൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലും. പേഴ്സണലി എനിക്ക് പണ്ടൊന്നും ഈ ചെടീനെ അത്ര ഇഷ്ടമുണ്ടായില്ല. കാരണം ചെറുതാകുമ്പോൾ ഇതിലൊന്ന് ഈ പൂക്കളുടെ ഭംഗിയായിട്ട് തൊട്ടപ്പോൾ ഇതിലേക്ക് മുള്ള് കുത്തിയിട്ട് അപ്പോൾ എനിക്ക് അന്ന് ഈ ചെടി വെറുത്തുപോയത്. പിന്നെ ഞാൻ ഈയിടെയാണ് ഈ ചെടിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ എങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി എനിക്ക് ഇവനെ പതിയെ ഇങ്ങനെ ഇഷ്ടമായി തുടങ്ങിയപ്പോൾ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാകും. അങ്ങനെ ഞാനത് കമ്പ് നട്ട് പിടിപ്പിച്ചു. ആൾ കുഴപ്പമൊന്നുമില്ല, മുള്ളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ ഇതിൽ മുള്ളൊന്നുമില്ല കേട്ടോ. കാരണം ഞാനിപ്പോൾ ഇത് പ്രൂൺ ചെയ്യാറുണ്ട്. നമ്മൾ പ്രൂൺ ചെയ്യാതെ ഇങ്ങനെ ആർത്ത് വളരുമ്പോഴാണ് കേട്ടോ ഇതിൽ മുള്ളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച ആൾ അടിപൊളിയാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ കമ്പ് നട്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും. അപ്പോൾ ബൈ.